ഹായ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ. അപ്പൊ രാവിലത്തെ നമ്മുടെ കാപ്പിക്കുടിയും ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ കുക്കിങ്ങിക്ക് കടന്നു. അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു, നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു മുതിരക്കറി വെക്കാന്ന് വിചാരിച്ചു. സാധാരണ ഇവിടെ മുതിര ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ, അത് വേറെ കാര്യം. അപ്പൊ നമുക്കിന്നൊരു മുതിരക്കറി വെക്കണം. അങ്ങനെ കുറച്ച് എല്ലാവരും ചില്ലറ ഇന്ന് എന്ത് വെക്കുമെന്ന് വിചാരിച്ചൊന്നും അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചു. ലാസ്റ്റ് വെച്ച് വന്നപ്പോ അത് കുറേ ആയി പോലെ. അപ്പൊ നമുക്കിന്ന് മൊത്തം ഇന്നത്തെ നമ്മുടെ റൂട്ടീനും മൊത്തം മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഉച്ചയ്ക്കുള്ളതൊക്കെയാണ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതിന്റെ കുറച്ച് ബാലൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ രാവിലെ തന്നെ ചൂടാക്കി വെക്കണം. അതിന്റെ കൂടെ ഇതും വെക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു കപ്ലങ്ങ, നമ്മുടെ ഇതില്ലേ പപ്പായ, ഇവിടെ കപ്ലങ്ങ പറയും, ഞങ്ങളതിന് തൃശ്ശൂർ എന്ത് പറയുന്ന അറിയോ? കൊപ്പക്കായ പറയും. അപ്പൊ അത് വെക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങനെ വരും. അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ പരിപാടി. അപ്പൊ ഇന്നത്തെ കുക്കിംഗ്, ഇന്നത്തെ ഡേ നമുക്ക് ഫുൾ ബിസി ആയിരുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതിൻ്റെ ഇടയിൽ മമ്മി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, അപ്പൊ അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ചില്ലറ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്താനങ്ങളും കാര്യങ്ങളും തമാശയൊക്കെ ആയി. പിന്നെ എന്തായിരുന്നു, നാട്ടിലെ അതിനെ കൊപ്പക്കായ പറയും, നിങ്ങളുടെ നാട്ടിലെ അതിന് എന്ത് പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണട്ടെ എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുതായിട്ട് കത്തിവയ്ക്കലൊക്കെ നടക്കുന്നുണ്ട് നല്ലപോലെ. നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സും കാര്യങ്ങളും, പിന്നെ അവരുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സും കാര്യങ്ങളും, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മുതിര എന്ത് ചെയ്തു, ചട്ടിയിലിട്ട് ചൂടാക്കി ഇതിക്ക് മാറ്റി ഒറ്റ പാനിലാണ് നമ്മളൊന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പാത്രം വന്നാൽ ഇതൊക്കെ നമ്മൾ തന്നെ കഴുകി വെക്കണ്ടേ. അത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റ പാനിൽ കാര്യങ്ങൾ കുക്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. സോ എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ ചൂടാവാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അതിലേക്ക് കടുക് ഇടണം. കടുക് ഇട്ട് കഴിഞ്ഞ് ഈ സാധനമില്ലേ, ഇത് ഞാനുണ്ടല്ലോ മീഷോന്നാണോ വാങ്ങിയത് ആമസോണിൽ നിന്നാണോ വാങ്ങിയത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണെന്ന് എനിക്ക് തോന്നി. അവിടെ പൊടികളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്, അത്യാവശ്യം നമ്മുടെ സ്പൈസസ് ഇട്ട് വെക്കാനായാലും, പിന്നെ ഇങ്ങനെ കറക്കി നമുക്ക് സാധനങ്ങളൊക്കെ നോക്കാനൊക്കെ ആയാലും ചെറിയൊരു സ്പേസ് മതി. നമുക്ക് ഈ സ്പൈസസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് കാണൂല നമ്മൾ എവിടെയെങ്കിലും എടുത്തു വെച്ചാൽ തന്നെ. പക്ഷെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കെല്ലാം എടുക്കാനായിട്ട് സുഖമാണ്. പിന്നെ ഈ ഭരണി ഇട്ട് വെക്കുന്നത്, ഭരണിയിൽ ഇട്ട് വെക്കണം എന്നാണ് മമ്മി പറയുന്നത്. അങ്ങനെ മമ്മി മേടിച്ചതാണ് ഉപ്പു ഭരണിയും കാര്യങ്ങളും. അപ്പോൾ ഈ മുതിരക്കറി ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാന്ന് വെച്ചു. സാധാരണ നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പോലെ എരിഞ്ഞിട്ടിട്ട്, ഈ സംഭവം ഞാൻ ഉണ്ടാക്കുന്നത് എബിക്കും ഇഷ്ടമാണ്. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്കും ഇഷ്ടമായി. എൻ്റെ അനിയനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സാധനം കേട്ടോ. അപ്പൊ ഇതിൽ മൈക്കിൾ ബേബിക്ക് ഉണ്ടാക്കണ കാരണം മുളക് അങ്ങനെ ഒന്നും ഇടുന്നില്ല. സാധാരണ കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഉരുളക്കിഴങ്ങ്. അധികം കഴിക്കുന്നത് നല്ലതല്ല, ഭയങ്കരമായിട്ട് നമ്മൾ തടി വയ്ക്കുന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് കൊടുക്കുന്നത് നല്ലതാണ്, അവര് തടി വയ്ക്കാനായി. പിന്നെ ഞാനിപ്പോൾ ഒത്തിരി നല്ലപോലെ ഓവർ ഫാറ്റ് ആണല്ലോ, അത് കാരണം അത്യാവശ്യം ഉരുളക്കിഴങ്ങൊക്കെ. ഇപ്പോൾ ഞാൻ പ്രഗ്നൻസി സമയത്ത് ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്ന സാധനമാണ് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയില്ലെങ്കിൽ സാധാ വെറുതെ ഉരുളക്കിഴങ്ങ് അങ്ങനെ വെറുതെ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ അരിഞ്ഞിട്ട് വെറുതെ എണ്ണയിൽ മുക്കി സോസ് മുക്കി കഴിക്കുമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനമായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ്. അപ്പം അതിനിടയിൽ നമ്മുടെ ഇപ്പം മുതിര ഞാൻ കുക്കറിലാക്കി ഇത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഉരുളക്കിഴങ്ങും അവിടെ കിടന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മമ്മിയോട് വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ മുഖമൊക്കെ പോകുന്നു, ഇതൊക്കെ എന്തോ ഒരു ഭാവങ്ങളാണ് എൻ്റെ മുഖത്ത് വരുന്നത്. കുക്കിങ്ങിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കുക്കിങ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം വയ്യാണ്ടാവും. അപ്പോൾ ക്ലീനിങ് ചെയ്യാനും അതുപോലെ തന്നെ പാത്രം വാഷ് ചെയ്യാനൊക്കെ പിന്നെ മടിയാവും. പിന്നെ അവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ക്ലീനിങ് ആണ്. അടുക്കള ഇപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കേണ്ടി വരും. പെട്ടെന്ന് ആരെങ്കിലും കയറി വന്ന നമ്മുടെ കിച്ചൺ ഭയങ്കര വൃത്തിയോടായി കിടക്കുന്നത് കാണുമല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കണം എന്നുള്ളൊരു വെല്ലുവിളി നമുക്ക് എപ്പോഴും ഉള്ളതാണ്. അപ്പം നമ്മളുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയായി അതൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ അതേ കുക്കർ വിസിലടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള പോർഷനും കൂടി ക്ലീൻ ചെയ്ത് വെക്കാന്ന് വെച്ചു. അപ്പം മമ്മിയോട് ഞാൻ ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു ഇന്നലത്തെ കറി കൂടി ഒന്ന് ചൂടാക്കി വെച്ചോളാൻ പറഞ്ഞു. അപ്പം അതുകൂടി ഒന്ന് ചൂടാക്കി വെക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്.
ഉരുളക്കിഴങ്ങ് എന്താണ് തൊലി കളഞ്ഞതിന്റെ തൊലിയും ഇതൊക്കെ അവിടെ തന്നെ കിടക്കാൻ കേട്ടോ. ഇതൊക്കെ കഴുകിയിട്ട് വേണം നമുക്കൊന്ന് അങ്ങാടി വരെ പോകാനായിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ മമ്മി അതും പറയുന്നുണ്ട്, മമ്മി റെഡിയായി വരാം, മൈക്കിൾ ബേബി എന്തായാലും അവിടെ ഇപ്പൊ ഇരിക്കുകയാണ് കാർട്ടൂൺ കണ്ട്. അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്തായാലും ക്ലീനിങ് ചെയ്യാം മമ്മിക്ക്. അപ്പൊ റെഡി ആയിട്ട് വരികയും ചെയ്യാലോ. നമ്മുടെ കെറ്റില് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഇവിടെ എപ്പോഴും എല്ലാവർക്കും കട്ടൻ കാപ്പി കട്ടൻ ചായ ഇതൊക്കെ വേണം. അപ്പോൾ അതൊക്കെ തിളപ്പിക്കാനൊക്കെ ആയാൽ തന്നെയും കെറ്റില് ഭയങ്കര യൂസ്ഫുൾ ആണ്. എപ്പോഴും ഗ്യാസൊക്കെ നമുക്ക് ഗ്യാസിന്റെ കാര്യത്തിലാണ് ഞങ്ങൾക്ക് ഭയങ്കര ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഞങ്ങളുടെ ഗ്യാസ് തരും, അതെന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കെറ്റില് നല്ല യൂസ്ഫുൾ ആണ് ഇവിടെ. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് കൂടെ ഒക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് പോവാനായിട്ട്. അപ്പൊ മമ്മി വന്നിട്ട് വേണം എനിക്ക് റെഡി ആവാൻ പോവാനായിട്ട്. മൈക്കിൾ ബേബിക്ക് പിന്നെ ഒരു ഡ്രസ്സ് ഇടാൻ മാറാ പോവാ എത്ര മാത്രമല്ലോ. കുറച്ചേരം ഞാനിപ്പോ അവന് TV വെച്ച് കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് നമുക്കിപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും പുറത്തിറങ്ങി നടക്കേണ്ടി വരും. അവൻ എപ്പോഴും പുറത്തുകൂടെ നടക്കണം. ഗേറ്റ് തുറന്നിട്ട് ഞങ്ങളുടെ പുറത്തുകൂടെ ഓടണം. അങ്ങനെ ഭയങ്കര കുറുമ്പും. ഇപ്പൊ ഒട്ടും വീട്ടിനുള്ളിൽ ഇരിക്കുന്നേ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ കുറച്ചേരം അങ്ങനെ TV വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇരിക്കുന്നല്ലാണ്ട് ഒട്ടും ഇപ്പൊ വീട്ടിലിരിക്കില്ല. വൈകിട്ടായാലും കയറുന്നത് ഇഷ്ടമല്ല. കോഴീന് പട്ടീന് ഇപ്പൊ 2 പൂച്ചേനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ പൂച്ചേനൊക്കെ കളിപ്പിച്ച് അങ്ങനെ കിടന്ന് നടക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും കളിക്കാനൊന്നും വേറെ ആരും ഇല്ലല്ലോ, അപ്പൊ പിന്നെ അങ്ങനെ കിടന്ന് നടന്നോട്ടെ എന്ന് വിചാരിക്കും. ഇപ്പൊ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. വന്നിട്ട് ഇനി ഞാൻ വിചാരിച്ചു അപ്പൊ കപ്പളങ്ങ വന്നിട്ട് ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ച അത് വീണ്ടും ആ സൈഡിലേക്ക് തന്നെ മാറ്റി വെച്ചു. ഫ്രിഡ്ജിൽ പൊട്ടിച്ചിട്ട് ഞാൻ 2-3 ദിവസമായി. അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചൊക്കെ ആയിരുന്നു. പിന്നെ വയ്ക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ വിചാരിച്ചു ഇന്നൊക്കെ വയ്ക്കാന്ന്. പിന്നെ കപ്പളങ്ങയോണ്ട് ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് ചെയ്യണവർക്കൊക്കെ നല്ലൊരു സാധനമാണ് കപ്പളങ്ങ എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ നമ്മള് റൈസിന് പൊതുവെ കപ്പളങ്ങയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ. പഴുത്ത കപ്പളങ്ങ ഉണ്ടല്ലോ അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോ കിട്ടിയാലും കഴിക്കും ഇവിടെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ തേക്കാനായിട്ടും നല്ലതാണല്ലോ. ഞാൻ പണ്ടൊക്കെ എപ്പോഴും മുഖത്തൊക്കെ തേക്കുമായിരുന്നു കേട്ടോ. നല്ല റിസൾട്ടുള്ള സാധനം തന്നെയാണെന്നാണ് എനിക്ക്. റിസൾട്ട് പണ്ട് നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നിന് നേരം ഇല്ലാത്തതുകൊണ്ടാണ്, നമുക്കൊന്നിന് നേരം കിട്ടാറില്ല. ഇവരെ പുറകെയൊക്കെ ഓടി നടന്നാകെ ക്ഷീണമായിട്ടും ഫേസിലൊന്നും ചെയ്യാനായിട്ട് നേരം കിട്ടാറില്ല. അപ്പൊ പോണേ മുമ്പ് നമുക്ക് ഇതിന്റെ ബാക്ക് ടയറിൽ എപ്പോഴും കാറ്റ് കുറവായിരിക്കും. പിന്നെ എബിയുടെ കാറ്റടിക്കുന്ന മെഷീൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഈ മെഷീൻ ഞാൻ ഇപ്പൊ കാണിച്ചു തരാവേ. ഈ ബാറ്ററിയിൽ കുത്തിയിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇതിങ്ങനെ അല്ലായിരുന്നു. നമ്മുടെ വണ്ടിയിൽ കുത്തിയിട്ട് ഇത് യൂസ് ചെയ്യുന്നതായിരുന്നു. ഞാനിത് എന്ത് ചെയ്തു, വണ്ടി കുത്തിയ സ്കോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ വണ്ടി ഭാഗമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുറിച്ചൊക്കെ കളഞ്ഞ് ഇതിന്റെ വയറൊക്കെ പുറത്തേക്കൊക്കെ എടുത്ത് ഇതിങ്ങനെയാക്കി. പിന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പിടുത്തില്ലാണ്ട്, എന്നാലും ഇത് നാട്ടിൽ ഇല്ലാത്ത അവസരമായിരുന്നു. പിന്നെ വന്നപ്പോ ഞാൻ പറഞ്ഞു ഇതിങ്ങനെയൊക്കെ ആക്കി എന്നൊക്കെ പറഞ്ഞു ഈ ബാറ്ററിയിൽ കുത്തി നീ യൂസ് ചെയ്യ്, അങ്ങനെ എനിക്ക് കാണിച്ചു തന്നത് അങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതൊക്കെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതൊക്കെ. ഇത് ഞാൻ ഫസ്റ്റ് ഇതിനൊക്കെ വള്ളിയൊക്കെ മുറിച്ച് പിന്നെ വീട്ടിലേക്ക് നമ്മുടെ കേബിള് കുത്തിയപ്പോൾ വീട്ടിലത്തെ കറണ്ടൊക്കെ മൊത്തം പോയായിരുന്നു കേട്ടോ. അങ്ങനെ മനോഹരമായ കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഒപ്പിച്ച് വെക്കാറുണ്ട്. അത് വേറെ സൈഡിൽ കൂടെയൊക്കെ നടന്നു പോകും. പയറിന് വലിയ കുറവുണ്ടായിരുന്നില്ല, എന്നാലും പിന്നെ ചെറിയൊരു കുറവുണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല, വേഗം അയറ് കയറുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പതിയെ കയറുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എയറൊക്കെ നിറഞ്ഞ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ഒപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. നമുക്കറിയാമല്ലോ. പിന്നെ ഞങ്ങൾ പോയി വന്നപ്പോൾ ഞങ്ങള് മീൻ മേടിച്ചായിരുന്നു. അതായിരുന്നു മമ്മി അവിടെ ഇട്ട് ചട്ടിക്ക് മാറ്റുണ്ടായിരുന്നേ. അങ്ങനെ കുക്കറിൽ 2 വിസിലൊക്കെ അടിച്ച് 1 വിസിലൊക്കെ ഞാൻ വന്നപ്പോൾ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞത് ഇപ്പൊ കുക്കർ തുറന്നു നോക്കിയപ്പോ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മള് ഇതൊക്കെ കാച്ചാന്നൊക്കെ വിചാരിച്ചു. ഇവിടെ കണ്ണൂർ ഭാഷയിൽ എങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല, തൃശ്ശൂർ ഭാഷയിൽ കാച്ചാന്നൊക്കെ പറയും. അപ്പൊ കപ്പളങ്ങ അതിന്റെ ഇടയിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. കപ്പളങ്ങയാണല്ലേ ഇന്നത്തെ വീഡിയോയുടെ വിഷയം അതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പറഞ്ഞിട്ടില്ല ഇതൊരു കപ്പളങ്ങ വീഡിയോ. പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ വീഡിയോയിലുണ്ടല്ലോ, ഈ വീഡിയോയിലല്ല പൊതുവെ നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്കാട്ടോ പിന്നെ. അപ്പോൾ
അത് പൊതുവേ ഞാൻ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോൺ ചെയ്യുകയാണെങ്കിൽ പോലും എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെന്താ എന്ത് അപ്പോ ഞാൻ പൊതുവെ അമ്മേനെ ഇതിനെയാണ് ഏറ്റവും കൂടുതൽ വിളിക്കാറ്. ഇവർക്ക് രണ്ടുപേർക്ക് ഇത് കേട്ട് മതിയാവും. പിന്നെ ലാസ്റ്റ് ഒന്നും പറയാനേ ഉണ്ടാവില്ല അവർക്ക്. ഇത് പറഞ്ഞു വന്നപ്പോഴാട്ടോ ഞാൻ ആലോചിച്ച നമ്മുടെ തണ്ണീർമത്തൻ അതില് നമ്മുടെ ജെയ്സൺ അവന്റെ ജൂനിയറിന് കോൾ ചെയ്യുന്നു. പിന്നെന്താ ഈ സെയിം സംഭവമാണ് എനിക്കുള്ളത്. പിന്നെന്താ പിന്നെ ഇപ്പുറത്ത് കേട്ടിരിക്കുന്ന എന്റെ ഭർത്താവും പിന്നെ എന്റെ അമ്മ ആയതുകൊണ്ട് അവരെന്നെ ഇട്ടിട്ട് പോവാത്തത്. വേറെ വന്നവരൊക്കെ ആണെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോണ്ട സമയം എപ്പോഴേ കഴിഞ്ഞെന്നറിയോ. അപ്പൊ അതിന്റെ ഇടയിൽ മമ്മി മീനൊക്കെ വെട്ടി വന്നു. അപ്പൊ മൈക്കിൾ ബേബിക്ക് ഒരു മീൻ നടത്തോളം മമ്മി പറയണ്ടായിരുന്നേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ നമ്മുടെ മെയിനായിട്ട് കപ്പളങ്ങയിലേക്ക് ഇടാനായിട്ട് നമ്മൾ നാളികേരം എടുത്തോണ്ട് വരാനായിട്ട് പോയതാട്ടോ. അപ്പൊ അമ്മയ്ക്ക് പീരയ്ക്കും വേണം, എനിക്ക് കപ്പളങ്ങയ്ക്കും വേണം. കപ്പളങ്ങ. പാപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പീര പറ്റിക്കുന്നതാണ് കേട്ടോ. നമ്മള് പിന്നെ അങ്ങനെ കഴിക്കാത്തോണ്ട് തൃശ്ശൂര് അങ്ങനെ പീരയൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അത് കാരണം എനിക്കങ്ങനെ പീര വലിയ താല്പര്യമില്ലാത്ത സാധനം. ഞാൻ ഒട്ടും കഴിക്കാത്ത ഒരു സാധനം പീര തന്നെയാട്ടോ. എബിക്കായാലും എബി എപ്പോഴോട് ചോദിക്കണ കാര്യമാണ്, നിനക്കൊരു മീൻ പീര പറ്റിക്കാനെങ്കിലും പറ്റിക്കാം. ആ പറ്റിക്കലല്ലോ കേട്ടോ, ഈ പറ്റിക്കല് ഇത് വേറെ പറ്റിക്കലാണ്. അപ്പൊ അത് പറ്റിക്കാണെങ്കിൽ നിനക്ക് അറിയാമെന്ന് ചോദിക്കും. പറ്റിക്കലാണോ? അപ്പൊ അതെങ്കിലും ചെയ്യാനായിട്ട് നിനക്ക് അറിയാമെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാനിത് പഠിച്ച് ട്രൈ ചെയ്ത് വരുമ്പോണ്ടല്ലോ അവിടെ ഇവിടെ ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലായിട്ട് അത്യാവശ്യം പവറൊന്നും ഇല്ലെങ്കിൽ ഞാൻ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ചെയ്യും. അപ്പൊ പിന്നെ മമ്മിയും പപ്പയാണ് ഇവിടെ ഉള്ളതല്ലോ, അവർക്ക് ഞാൻ കുറ്റം പറയാറില്ലല്ലോ. ഞാൻ എന്ത് വെച്ചാലും പിന്നെ അവർ കഴിച്ചോളും, അവന് കുറ്റം പറയാറില്ല. അത് കാരണം ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവരില്ലാത്ത സമയം നോക്കിയാണ് എന്റെ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ നടക്കാറുള്ളത്. അപ്പൊ മമ്മി ആ മീനോടെ വെച്ചിട്ട് മമ്മി ഇങ്ങോട്ട് പോയി. ഇത് ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്തതുണ്ടല്ലോ തിങ്കളാഴ്ച ആയിട്ടാണ്. ചൊവ്വാഴ്ച നൈറ്റാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. സത്യാവസ്ഥയിൽ ഇപ്പൊ ഇത് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയെടുത്ത് വരുമ്പോഴേക്കും ആ വിഷയമൊക്കെ കഴിഞ്ഞു പോകണ്ടാവും. എങ്ങനെ എനിക്കറിഞ്ഞൂടെ ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ ഇടയായിട്ട് നല്ല മറവിയുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറെ നേരം ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വിഷയത്തിൽ എന്താ നടക്കണേന്ന്. മമ്മിയോട് പറയായിരുന്നേ, അവിടെ നിന്ന് വരച്ച മീൻ കൊള്ളത്തില്ലായിരുന്നു, ആ മീൻ എന്താണ് പൊട്ട മീനാണോ, അതിങ്ങനെ ഞെങ്ങുന്നുണ്ട് എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ മമ്മി എന്ത് ചെയ്തു, അതിന്റെ ഇടയിൽ കൂടെ മമ്മിയുടെ കുക്കിംഗ് നടക്കുന്നുണ്ട്, എന്റെ കുക്കിംഗ് നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇപ്പൊ ഒരു കുക്കിംഗ് മയമാണ് ഈ അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ചോദിച്ചു കഴിഞ്ഞത്, നമ്മുടെ ഒരു ഭാഗം അടുക്കളയിൽ ഇന്നേതല്ലേ. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഇന്ന് മൊത്തം കുക്കിംഗ് ആയിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയോ പറയുന്നത് കുക്കിംഗ് കാണിക്കേച്ചി ഇന്ന് എന്താന്ന് അറിയില്ല. ഇന്ന് ഭയങ്കര വാശ ചെയ്തോണ്ട് അടുക്കളയിൽ നിന്ന് ഒഴിയാനേ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ കാർട്ടൂൺ വെച്ച് അതിന്റെ പുറത്ത് നിൽക്കുന്ന ആളെ കാർട്ടൂണിന്റെ ശബ്ദം കേട്ടപ്പിക്കും ഓടി വന്നത് കണ്ടോ. അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുത്തിയതാട്ടോ. ഈ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ ഇതൊക്കെ വെച്ചു കൊടുത്താലേ കഴിക്കുള്ളേ. അപ്പൊ ഇതപ്പോ അവന്റെ ഏരിയ ആണല്ലോ, അതുകൊണ്ട് ഇവിടെ മൊത്തം ഇപ്പോഴും അവന്റെ കളിപ്പാട്ടങ്ങൾ നിരത്തിടലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ കാറെന്ന് പറയുന്നത് അവൻ എങ്ങനെ നിന്ന് ഇതാക്കിയാലും ചീത്തവാത്ത സാധനം കേട്ടോ. അത്യാവശ്യം നല്ലൊരു പ്രൈസിന് തന്നെയാട്ടോ നമുക്ക് അവർ തന്നതും. ഞാൻ അവരെ കോണ്ടാക്ട് നമ്പർ ഉണ്ടായാലും ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും തരാം, ഇവിടെ കൊടുക്കുകയും ചെയ്യാട്ടോ. ഒരു ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു ഉച്ചർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വൈകിട്ട് ഇപ്പൊ ഇറങ്ങിയതാട്ടോ മുറ്റത്തേക്ക് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇപ്പൊ നമ്മുടെ ബീഗുനെ റാംബോനെ കാണിക്കുന്നൊക്കെ എല്ലാവരും പറയണ്ടായിരുന്നേ. ബീഗു സാർ ഇവിടെ തന്നെയുണ്ട്, റാംബോ സാറിനെ നമ്മൾ എടുക്കാനായിട്ട് മറന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണിച്ചാൽ ഇതിപ്പോ കോഴിനതല്ലാൻ വേണ്ടി ഓടുന്ന അങ്ങടോടാ ഇങ്ങടോടാ കോഴിനെ ബാബാ എന്ന് വിളിച്ചിട്ട് അതിനെ കല്ലെടുത്ത് പറഞ്ഞ് ഓടിക്കും. ഇതാണ് എന്റെ മെയിൻ ഹോബി. ഇവനും കോഴിയും തമ്മിൽ ഇനി എന്തെങ്കിലും ജന്മവിരോധം അങ്ങനെ എന്തോ ഉണ്ടെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിനിടയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വടിയെടുക്കാനും നോക്കുന്നുണ്ട്. ദേവന്റെ പുറകെ ഇപ്പൊ ബാബാ വിളിച്ചിട്ട് കോഴികൾ വീഴുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെ വടിയെടുത്ത് അടിക്കാനായിട്ട് ഓടിക്കുന്നു. ഇവനെന്താന്നറിയില്ല, ഈ കോഴിനെ കാണാൻ ഇഷ്ടമല്ല. അപ്പൊ പപ്പ ചോദിക്കുക എന്താണോ എനിക്ക് മുട്ട തിന്നണമെങ്കിൽ എനിക്ക് ഈ കോഴിനൊക്കെ ബാക്കി വെക്കണം എന്ന് പറയും.
വലുതായി കഴിയുമ്പോൾ ഇതിനൊക്കെ പിരിച്ച് തലയൊക്കെ പിരിച്ച് ഒടിച്ചു വെക്കോ എന്നുള്ളതാണ് എനിക്കിപ്പോ സംശയം. പിന്നെ ആൾക്കാരെ സംബന്ധിച്ചൊരു വിരോധമാണല്ലോ ഇതൊക്കെ. വെറുതെ നിന്ന് കോഴിയാണ്ട അതിനിപ്പോ തല്ലി അങ്ങോട്ട് ഓടിക്കുന്നുണ്ട്. ഒരെണ്ണം കൂടിയോ എങ്ങനെ മിസ്സായതുള്ള രീതിയിൽ ആള് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ പുറകെ ഇങ്ങനെ ഓടിച്ചിട്ടിട്ട് കുട്ടികളപ്പോ അവിടെ കുറച്ച് അരി വിതയിട്ടുണ്ടായിരുന്നു, അത് നോക്കി നിക്കുക. യൂറ്റുകൾ ഇവിടെ നിൽക്കുകയാണല്ലേ, യൂറ്റുകൾ ഇപ്പൊ കാണിച്ചു തരാനുള്ള രീതിയിൽ എല്ലാത്തിനും റെഡി ആയിട്ടായിട്ട് ഇവിടെ മൈക്കിൾ ബേബി നിൽക്കുന്നത്. മൈക്കിൾ ബേബിയുടെ പുറകെ ഓടാൻ തന്നെ എന്നോട് എല്ലാവർക്കും നേരം ഉള്ള കേട്ടോ. കുറെ ആളാ വണ്ടി കൊണ്ടാക്കിയപ്പോഴും പോണില്ല കോഴികൾ കേട്ടാ. അപ്പൊ ലാസ്റ്റ് എന്താ ചെയ്തതെന്ന് ഇപ്പൊ കാണാം കേട്ടാ. അവരുടെ ഈ ഭക്ഷണം കഴിക്കുന്ന ഈ പാത്രങ്ങളൊക്കെ ഇട്ടിരിക്കണ്ടല്ലോ, അതൊക്കെ എടുത്ത് അദ്ദേഹത്തിനുള്ള മേത്തേക്ക് എറിഞ്ഞ് ഓടിച്ചോണ്ടിരിക്കാം. അങ്ങനെ ഓടി എനിക്ക് വയ്യാണ്ടായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കായ കിട്ടിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ കായ വറക്കാന്ന് വിചാരിച്ചു. മൈക്കിൾ ബേബിക്കാണെങ്കിൽ കായ ഭയങ്കര ഇഷ്ടമാണ്, കായ വറുത്തത് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ കായ ഇവിടെ പൊളിച്ചു വെക്കുന്നത് മൊത്തം ആളതെടുത്ത് കടിച്ച് നമ്മൾ ഈ മരത്തിലൊക്കെ വവ്വാല് ചപ്പിട്ടൊക്കെ വെക്കൂലേ, അതുപോലെയാണ് ഇയാള് കടിച്ചൊരു കടിയടിക്കും അവിടെ വെക്കും, വീണ്ടും ഒരു കടിയടിക്കും അവിടെ വെക്കും. അപ്പൊ ഞാൻ അങ്ങോട്ടും കൂടെ മാറ്റി പിടിക്കുമ്പോ അപ്പുറത്തേക്ക് വരാ ഇപ്പുറത്തേക്ക് വരാ. ഇതിപ്പോ ഇവന്റെ പൊളിച്ചു വെച്ച കായ സംരക്ഷിക്കാനാണോ അത് എനിക്ക് കായത്തൊലി പൊളിക്കാനാണോ നേരം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പിടുത്തില്ല. അതിന്റെ ഇടയിൽ പപ്പ വന്നിട്ട് പപ്പ അവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പപ്പ അങ്ങാടിക്ക് പോവാ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നു എന്നൊക്കെ കേട്ടോ ചോദിക്കുന്നത്. മമ്മി ഒന്ന് പച്ചക്കായ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാട്ടോ ഞാനിത് കൊടുക്കാന്ന് തന്നെ വിചാരിച്ചേ. അപ്പൊ അത് നമുക്ക് ഒരു ഹരമായി. അപ്പൊ മമ്മി അതിന് മുന്നേ പുഴുങ്ങിയ പഴം കൊണ്ടു കൊടുത്തായിരുന്നേ. അതപ്പോ ആൾക്ക് ഞാൻ കൊടുത്തപ്പോ അത് വേണ്ട. അപ്പൊ ഞാൻ വിളിച്ചു ആർക്കും വേണ്ടാന്ന് വെക്കണ്ട, ഞാൻ കഴിച്ചോളാം, എനിക്ക് വിരോധമൊന്നും ഇല്ലല്ലോ അതിലിന്ന്. ഇപ്പൊ ഞാൻ കായ കൊടുക്കില്ല എന്ന് കണ്ടപ്പോ ആള് പിണങ്ങി പോവാണ് കേട്ടോ. ഈ പഴം പുഴുങ്ങിയത് കൊടുത്തിട്ട് ആൾക്ക് ഇഷ്ടായില്ല. അപ്പൊ പിണങ്ങി പോയി നിന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കാൻ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോ നമുക്ക് എന്നെ ചിരി വരും, ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കില്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ പപ്പ പോവാന്ന് കണ്ട വാശുണ്ടല്ലോ, ആളിറങ്ങി ഓടി പപ്പയുടെ പുറകെ പോവാനായിട്ട്. ഇവിടെ കൂടെ ഓടലുള്ള നമ്മുടെ മെയിൻ പരിപാടി. പപ്പ റെഡി ഇറക്കി എന്റെ പുറകെ ആള് പോവാട്ടോ പോവാനായിട്ട്. വാ പോവാനാണ് ഇപ്പൊ പറയുന്നത്. അവർക്ക് എങ്ങനെയും പോകണം, ഒരൊറ്റ ലക്ഷ്യമുള്ള. ഇതിപ്പോ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞത് ഇവനൊരു വണ്ടി കൊണ്ടുപോ എന്താണ് വാൻ ലൈഫ് ഒന്ന് പറഞ്ഞ് ഇറങ്ങുമെന്നുള്ളതാണ് എനിക്ക് സംശയം. പിന്നെ കോഴിക്കുഞ്ഞിനെ ആരും നീന്തൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതാണല്ലോ നമ്മുടെ മെയിൻ. അപ്പൊ പപ്പ പറ്റിച്ച കേട്ടിട്ട് അതുകൂടെ ഇറങ്ങിപ്പോയപ്പോ ഇയാളെ ഇവിടുന്ന് ഒരു കല്ലെടുത്ത് ആ ഗ്യാപ്പിൽ കൂടെ ആ കല്ലാണ് കൊണ്ടുവച്ചിട്ടോ. അതെന്താന്ന് എനിക്കറിയത്തില്ല. ഇനി പപ്പ വരുമ്പോ അത് എറിയാനാണ് എന്നും എനിക്ക് ഡൗട്ടില്ല. അതില്ല ഇവൻ അതുകൊണ്ട് ചിലപ്പോ എറിഞ്ഞതും വരും, അത് വേറെ കാര്യം. പിന്നെ ഇപ്പൊ ഈ ഇങ്ങനെ നടന്ന് പോകുന്നതിനാ പറയും നമ്മൾ ബസ്സിന്റെ ഈ ചവിപ്പടി ഉണ്ടല്ലോ അതുമ്മ കയറി നിൽക്കാനാ ഒരു വിനോദകരമായ കാര്യമാണിത്. അവിടെ ഒരു ട്രൗസർ ഇരിക്കുന്നുണ്ടായിരുന്നേ, അത് കൊണ്ടുവന്ന് തരാനായിട്ട് വന്നതാ. അതിങ്ങ ആൾക്കൊരു ശല്യാവണ്ട. അപ്പോൾ അതൊക്കെ തന്നിട്ട് ഇപ്പൊ കയറി നിൽക്കാൻ കേട്ടോ. അപ്പൊ ഞാനത് എന്ത് ചെയ്തു, ഞാൻ സ്റ്റാൻഡോട് കൂടി ഫോൺ എടുത്തോണ്ട് അവിടെ വെച്ചിട്ട് കയറാനായിട്ട് സഹായിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കയറിയിട്ട് ആൾക്കാർ ഡോറൊക്കെ ഒന്ന് തുറന്ന് നോക്കണം, അതാണ് ആൾക്ക് വേണ്ടത്. മമ്മി വന്നിട്ട് അപ്പം മമ്മിയോട് പറഞ്ഞു ഇങ്ങനെ പിടിക്കും. ഞാനപ്പോൾ പോയിട്ട് ബാക്കിയുള്ള കായ കൂടി വരുമ്പോഴേക്കും പൊളിച്ചു വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മമ്മിയുടെ കൂടെ എത്ര നല്ല കുട്ടിയായിട്ടാ പോകണമെന്നൊക്കെ കഴിഞ്ഞാൽ എന്നെ കണ്ടില്ലെങ്കിൽ മമ്മിയുടെ കൂടെ കൂടി നിൽക്കുവേ, അല്ലെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പം മമ്മിയോട് പറയും പൊക്കോ പറയും. അതാണ് അവൻ. അപ്പോൾ കായൊക്കെ പൊടിച്ച് കഴിഞ്ഞ് അപ്പോൾ എന്താണ് ഇന്ന് കാറ്റ് ചെറുതായിട്ടുണ്ടായിരുന്നു. കാറ്റൊക്കെ അപ്പം നമുക്ക് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ റബ്ബർ തോട്ടമുള്ളതുകൊണ്ട് നല്ലപോലെ കരിയില വരും. ഇതിനേക്കാൾ കൂടുതലായിരുന്നു. ഇപ്പം അപ്പുറത്തിപ്പുറത്തൊക്കെ കുറച്ച് എന്താണ് റബ്ബറൊക്കെ വെട്ടിയ കാരണം നമുക്കിപ്പോൾ കരിയില കുറഞ്ഞതാണ് കേട്ടോ. അപ്പം ഞാൻ ഗേറ്റും തുറക്കുന്ന ആള് നോക്കി നിൽക്കുക എൻ്റെ കൂടെ പുറകെ ഇറങ്ങി വരാനായിട്ട്. ഇപ്പം എന്നെ പുറത്തുനിന്ന് ഇറക്കിയുള്ളൂ, അപ്പോഴേക്കും കയറി വരാൻ നോക്കാം. അപ്പം ഞാൻ ആളെ പറ്റിച്ച് ആ സൈഡിൽ കൂടെ ഇറങ്ങി വന്നു. അപ്പോൾ ഇത്ര കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പം എല്ലാവർക്കും ബൈ.